ഈ ഡൽഹി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹവും പരിക്കേറ്റവരും ഇപ്പോൾ LNGP ആശുപത്രിയിലാണുള്ളത്. ഈ ആശുപത്രിക്ക് മുന്നിൽ ബന്ധുക്കളുടെ വലിയ പ്രതിഷേധമാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ കാണുന്നത്. ആംബുലൻസ് ഉൾപ്പെടെ ഒരു സൗകര്യവും കിട്ടുന്നില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന കാര്യം. I have with me the family members जो मुझे बता रहे हैं कि इनको एम्बुलेंस तक नहीं प्रोवाइड किया जा रहा है. सर एम्बुलेंस भी नहीं दे रहे हैं. अपने पास चलाओ जी. LNGP hospital in the national capital is not even providing ambulances to these poor people who have lost their loved ones and family members. एम्बुलेंस नहीं मिलेगी, एम्बुलेंस बाहर से करिए, ये कह रहे हैं. खुद से लेके आइए. खुद से लेके आइए. क्यों? और जो एक्सपायर हुए हैं वो गरीब घर से बिलोंग करते हैं. बिल्कुल बड़ा भाई थोड़ा वो दिमाग से मेंटलिटी है. तो आप लोग खुद से कहाँ से लाएंगे एम्बुलेंस? ये सारी चीजें, ये सारी तकलीफें आवाम ही झेलेगी और कोई नहीं झेलेगा. वोट के टाइम पे तो सारे वादे किए जाते हैं, सब चीजें की जाती हैं. अब ऐसा क्या है कि यहाँ पर एम्बुलेंस भी नहीं है. कहने के लिए इतना बड़ा हॉस्पिटल है, सब चीज है, हर तरीके से ये ऊपर रहना चाहता है. तो यहाँ अगर एम्बुलेंस भी नहीं होंगी. ഈ നമുക്കറിയാം, ഈ അപകടത്തിൽ നമുക്ക് 9 പേരുടെ ജീവനാണ് നഷ്ടമായത്. അതിൽ ഇപ്പൊ കുറച്ചു പേരെ മാത്രമാണ് ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞിട്ടുള്ളത്, ബന്ധുക്കൾ എത്തി തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി അശോക് കുമാറാണ്. അശോക് കുമാർ ഉത്തർപ്രദേശിലെ അമ്രോഹയിൽ നിന്നുള്ള അമ്രോഹ സ്വദേശിയാണ്. കുറേ കാലമായി ഡൽഹിയിൽ ആണ് ജീവിച്ച് ജോലി ചെയ്തു വരുന്നത്. ഒരു 8 അംഗ കുടുംബത്തിന്റെ ആകെ വരുമാന മാർഗം, ആകെ ആശ്രയം എന്ന് പറയുന്നത് അശോക് കുമാറാണ്. പകൽ സമയത്ത് അദ്ദേഹം ഒരു ബസ്സിലെ കണ്ടക്ടറായി ജോലി ചെയ്യുകയാണ്, രാത്രി സുരക്ഷാ ജീവനക്കാരനായും. അങ്ങനെയുള്ള അദ്ദേഹം ഇന്നലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് ഈ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് ഭാര്യ, 4 കുട്ടികൾ, അമ്മയും സഹോദരനും, ഇങ്ങനെ വലിയൊരു കുടുംബത്തിന് ഏക ആശ്രയമായിരുന്നു അശോക് കുമാർ. ഇതുപോലെയുള്ള മനുഷ്യരാണ് ഈ ഒരു അപകടത്തിൽ നമുക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ബസന്തിലേക്ക് പോവുകയാണ്. ബസന്ത്, നേരത്തെ നമ്മൾ ഈ LNGP ആശുപത്രിയിലേക്ക് എത്തിയ ചില കുടുംബാംഗങ്ങളുടെ, ഈ പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും കുടുംബാംഗങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ആശുപത്രി ഒന്നും ചെയ്യുന്നില്ല, ഒരു ആംബുലൻസ് പോലും, അതിനുള്ള സൗകര്യം പോലും ആശുപത്രി ഒരുക്കി കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അവർ ചെയ്യുന്നത്? എന്താണ് ഡൽഹി സർക്കാർ ചെയ്യുന്നത്? തീർച്ചയായും ആരോപണങ്ങൾ ഡൽഹി സർക്കാരിന്റെ നേർക്കായിരിക്കും ആശുപത്രിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ വീഴ്ചയിൽ ഉണ്ടാകുന്നത്. അതായത് ആംബുലൻസ് സൗകര്യം ഒരുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഡൽഹി സർക്കാരിന് നേരെയായിരിക്കും അതിന്റെ മുനം ചെന്ന് വീഴുക. കാരണം ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന പറഞ്ഞുകൊണ്ടുള്ള പ്രചരണത്തിലൂടെയാണ് ഡൽഹിയിൽ അധികാരം BJP പിടിച്ചെടുത്തത്. ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടത്. ഡൽഹി കേന്ദ്രം BJP ഭരിക്കുന്നു, ഡൽഹി സർക്കാർ BJPയുടേതാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ പോലും BJPയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പശ്ചാത്തലമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഈ പറയുന്ന രോഗികൾക്കോ അല്ലെങ്കിൽ മൃതശരീരം കൊണ്ടുപോകുന്നവർക്കോ യാതൊരുവിധ സൗകര്യങ്ങളും ലഭിക്കുന്നില്ല എന്നുള്ളൊരു വലിയ ആരോപണം ഇപ്പോൾ രോഗികളുടെ ബന്ധുക്കൾ ഒക്കെ തന്നെ ഉയർത്തുന്ന ഒരു പശ്ചാത്തലമുള്ളപ്പോൾ സ്വാഭാവിക ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്ക് വെച്ച് പുലർത്താൻ കഴിയുക.